നമസ്കാരം. നമ്മുടെ ക്ലാസ്സുകൾ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ കൊറോണ വളരെ തീവ്രമായിരിക്കുന്ന ഈ സാഹചര്യത്തില് പുതിയതായി പല ഡോക്ടേഴ്സും വീണ്ടും അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോഴവര് പ്രത്യേകം പറയണെന്ന് വെച്ചാല് നമ്മള് കഴിക്കുന്ന ഭക്ഷണം അമിതമായ കലോറിയുള്ള ഭക്ഷണം കഴിക്കുന്നു, കൂടുതലും ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് വയറിലാണ്, ഒരു എക്സസൈസും ആർക്കില്ല. പിന്നെ കൊറോണ എന്ന് പറയുന്നത് ന്യൂമോണിയ ആയി മാറിയുള്ള ഒരു സംഭവങ്ങളൊക്കെ കൂടുതലായി വരികയാണല്ലോ. അപ്പൊ നമ്മൾക്ക് ബ്രീത്തിങ്ങിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പ്രാണായാമങ്ങളും ബ്രീത്തിങ് എക്സസൈസുകളും ഉൾപ്പെടുത്തി അതിൽ കൂടെ സൂര്യ നമസ്കാരം എല്ലാ പ്രായത്തിലുള്ളവർക്കും ചെയ്യാവുന്ന രീതിയിൽ സൂര്യ നമസ്കാരം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മളുടെ ഈ ക്ലാസ്സുകള്. മേഡം അതിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ സൂര്യ നമസ്കാരം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അത് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും ഒരേപോലെ ഉണർവ് നൽകുന്നത്, ആരോഗ്യവും പ്രതിരോധ ശേഷി നൽകുന്നതാണ് സൂര്യ നമസ്കാരം. അതിൽ കൂടെ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് പ്രാണായാമം കൂടി ചെയ്താൽ നമ്മൾക്ക് ഏറ്റവും നല്ലൊരു പ്രതിരോധം കൊറോണയ്ക്കും മറ്റസുഖങ്ങളിൽ നിന്നും മനസ്സിനും ഒക്കെ നമ്മൾക്ക് നല്ലൊരു ശാന്തി കിട്ടാനും ഒക്കെ ഏറ്റവും നല്ലതായിരിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ ആരംഭിക്കുക. എല്ലാവരും കൈകള് ചിന്മുദ്രയിലേക്ക് കൊണ്ടുവരിക. തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് വെക്കുക. കൈകൾ ചിന്മുദ്രയിലേക്ക് കൊണ്ടുവരിക. നട്ടെല്ല് നിവർന്നിരിക്കുക. പറ്റാവുന്ന രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കാലുമടിഞ്ഞോ ചമ്രമടിഞ്ഞോ കേൾക്കുന്നില്ലേ? ലൈജു പിൻ ചെയ്യ, എല്ലാവരും ലൈജുവിനെ പിൻ ചെയ്യട്ടെ, എങ്കിലേ കാണാൻ പറ്റുള്ളൂ. ഓഡിയൻസിന് അല്ല പാർട്ടിസിപ്പൻസിന് ലൈജുവിനെ കാണണമെങ്കിൽ ലൈജുവിനെ പിൻ ചെയ്യ എല്ലാവരും. സൗണ്ട് വളരെ കുറവാണ് ലൈജുവിന്റെ. കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ പറയുന്നത്? കേൾക്കാം കേൾക്കാം. ആരെന്തോ പറഞ്ഞു നേരത്തെ. ക്ലാസ് തുടങ്ങാം? കണ്ടിന്യൂ ചെയ്യട്ടെ? ഡോക്ടറെ, ഞാൻ അമ്പലത്തിലായതുകൊണ്ട് ഓണാക്കി വെച്ച് കാണുന്നെന്ന് മാത്രമേ ഉള്ളൂ. പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ അമ്പലത്തിലാണ്, ഓൺ ചെയ്ത് കാണുന്നെന്ന് മാത്രമേ ഉള്ളേ. ഓക്കെ ഓക്കെ, പിന്നെ സംസാരിക്കാം. ശരി പോറ്റി, ബൈ. ഓക്കെ, ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. എല്ലാവരും കൈകൾ ചിന്മുദ്രയിലേക്ക് കൊണ്ടുവരിക. തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കുക. കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുക. കാല് നേർത്തിരിക്കുക. ചമ്രം അടിഞ്ഞിരിക്കുക. കസേരയിലാണെങ്കിൽ കസേരയിലിരിക്കുക. അല്പസമയം നട്ടെല്ല് നിവർന്ന് ദീർഘമായി 3 പ്രാവശ്യം കണ്ണുകൾ അടച്ച് ശ്വാസം വലിച്ചു വിടുക. കൈകൾ നമസ്കാര മുദ്രയിലേക്ക് കൊണ്ടുവരിക. ഇഷ്ടദൈവത്തെ അല്പസമയം പ്രാർത്ഥിക്കും. കൈകൾ നല്ലതുപോലെ ചൂടാക്കി ചുടുകണ്ണിലേക്ക് തട്ടിക്കുക. കൈകൾ നല്ലതുപോലെ ചൂടാക്കുക. ചുടുകവളിലേക്കും നെറ്റിയിലേക്കും തട്ടിക്കുക. കൈകൾ നല്ലതുപോലെ ചൂടാക്കി ചുടുനെഞ്ചിലേക്ക് തട്ടിക്കുക. കൈകൾ നല്ലതുപോലെ ചൂടാക്കി ചുടുകൈകളിലേക്ക് തട്ടിക്കുക. ഒന്നുകൂടെ കൈകൾ ചൂടാക്കി കാലുകളിലേക്ക് തട്ടിക്കുക. കൈവിരലുകള്, നമ്മുടെ ഓരോ കൈവിരലുകളും, കണ്ണുകൾ തുറക്കാം കേട്ടാ, ഓരോ കൈവിരലുകളും നല്ലതുപോലെ താഴേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക. തിരുമ്മിക്കൊണ്ട് താഴേക്ക് വലിച്ചു കൊടുക്കുക. ഓരോ കൈവിരലുകളും 2 സൈഡിലേക്കായിട്ട് വലിച്ചു കൊടുക്കുക. അതർ സൈഡ് ചെയ്യാം.
ഓരോ കൈവിരലുകളും നല്ലതുപോലെ താഴേക്ക്. കൈപ്പത്തി താഴേക്ക് നല്ലതുപോലെ 2 സൈഡിൽ കൂടെ വലിച്ചു കൊടുക്കാം. അതർ സൈഡ്. കൈമുട്ടിന്റെ അവിടെ നിന്ന് താഴേക്ക് നല്ലതുപോലെ വലിച്ചു കൊടുക്കാം. 2 കൈകളും. കൈ ഫുള്ളായി താഴേക്ക് നല്ലതുപോലെ വലിച്ചു കൊടുക്കുക. ഇനി ഇടത് കൈ നീട്ടിപ്പിടിച്ച് വലത് കൈ കൊണ്ട് ഇടത് കൈ മുകളിലേക്ക് തട്ടി കൊടുക്കുക. താഴെ നിന്നും മുകളിലേക്കും. അതുപോലെ തന്നെ വലത് കൈ മുകളിലേക്ക് തട്ടി കൊടുക്കുക. താഴെ നിന്ന് മുകളിലേക്കായി. കാലുകളൊന്ന് തട്ടി കൊടുക്കാം. താഴെ നിന്നും മുകളിലേക്ക്. നമ്മൾ ചെയ്യാൻ പോകുന്ന ലൂസിനിങ് എക്സസൈസ് ആണ് ഇപ്പൊ ചെയ്ത് തുടങ്ങിയത്. ഈ കണ്ണിന്റെ ലൂസിനിങ് എക്സസൈസ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ, നമ്മുടെ കഴുത്ത്, കണ്ണ് അങ്ങനെ ഓരോ ഭാഗങ്ങളായി ചെയ്യുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇത് ഒഴിവാക്കണം കേട്ടോ. പറ്റാവുന്ന സമയം നട്ടല് നിവർന്നിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഹേൽ എക്സേൽ പറയുമ്പോൾ അത് ശ്വാസം മൂക്കിലൂടെ തന്നെ ശ്വാസം എടുക്കുക, മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് വിടുക. സ്ട്രെയിൻ ചെയ്തൊരിക്കലും ശ്വാസം എടുക്കരുത്. അവരവർക്ക് പറ്റാവുന്ന രീതിയിൽ ശ്വാസം എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. കണ്ണിന്റെ ലൂസിനെ എക്സസൈസ് ചെയ്യുക. ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതോടൊപ്പം മുകളിലേക്ക് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ഇൻഹേൽ, എക്സേൽ. ശ്വാസം വലിച്ചുകൊണ്ട് നേരെ നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട്. ശ്വാസം വലിച്ചുകൊണ്ട് നേരെ. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട്. ശ്വാസം വലിച്ചുകൊണ്ട് നേരെ. അല്പസമയം കണ്ണുകളൊന്ന് അടച്ചിരിക്കുക. സാവധാന കണ്ണുകൾ തുറക്കാം. നമ്മൾ കഴുത്തിന്റെ ലൂസിനെ എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ബാൻഡിങ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം അടിനെഞ്ചിലേക്ക് മുട്ടിക്കുക. ശ്വാസം വലിച്ചുകൊണ്ട് പുറകിലോട്ട്. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം അടിനെഞ്ചിലേക്ക് മുട്ടിക്കുക. ശ്വാസം വലിച്ചുകൊണ്ട് പറ്റാവുന്ന രീതിയിൽ പുറകിലോട്ട്. ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരാം. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ബെൻഡിങ്. ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം റൈറ്റ് സൈഡിലോട്ട് ചരിക്കാം. ശ്വാസം വലിച്ചുകൊണ്ട് നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ചരിക്കുക. ശ്വാസം വലിച്ചുകൊണ്ട് നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട്. ശ്വാസം വലിച്ചുകൊണ്ട് നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട്. ശ്വാസം വലിച്ചുകൊണ്ട് നേരെ വരാം. ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ട്വിസ്റ്റിംഗ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട് നല്ലതുപോലെ പുറകിലേക്ക് നോക്കുക. കണ്ണ് തുറന്ന് പുറകിലേക്ക് നോക്കുക. ശ്വാസം വലിക്കുന്നതോടൊപ്പം സാവധാനം നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് നല്ലതുപോലെ പുറകിലേക്ക് കണ്ണ് തുറന്ന് നോക്കുക. ശ്വാസം വലിച്ചുകൊണ്ട് സാവധാനം നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട്. ശ്വാസം വലിച്ചുകൊണ്ട് നേരെ. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട്. ശ്വാസം വലിച്ചുകൊണ്ട് നേരെ. അല്പസമയം കണ്ണുകൾ അടച്ചിരിക്കുക. നമ്മൾ കഴുത്തിലും കണ്ണിലും ലൂസനിങ് എക്സസൈസ് ചെയ്തപ്പോ നമ്മുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സാവധാനം കണ്ണുകൾ തുറക്കാം. നമ്മൾ നെക്സ്റ്റ് കൈകളുടെ ലൂസിനിങ് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. കൈകൾ നല്ലതുപോലെ വിടർത്തി പിടിക്കുക. ഒരു ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈവിരലുകൾ മടക്കി പിടിക്കുക. ഇൻഹേൽ,
exhale, inhale, exhale. വലത് കൈ ചുരുട്ടി പിടിക്കുക, ഇടത് കൈ കൊണ്ട് വലത് കൈ താങ്ങി കൊടുത്ത് റൊട്ടേഷൻ ചെയ്യുക 3 times. നോർമൽ ബ്രീത്തിങ്. ക്ലോക്ക്വൈസ് തിരിച്ച് 3 times. വലത് കൈ താഴേക്ക് കൊണ്ടുവരാം. ഇടത് കൈ മടക്കി പിടിക്കുക, റൊട്ടേഷൻ ചെയ്യുക 3 times. തിരിച്ച് ഇടത് കൈ താഴേക്ക് കൊണ്ടുവരാം. രണ്ട് കൈകളും നീട്ടി പിടിക്കുക, തള്ളവിരലിലോട്ടാക്കി ചുരുട്ടി പിടിക്കുക. നെഞ്ചിന് നേരെ സ്ട്രൈറ്റ് ആയി പിടിക്കുക. ഒരു ശ്വാസം വലിക്കുന്നതോടൊപ്പം കൈകൾ മുകളിലോട്ട് ഉയർത്താം. ശ്വാസം ഇട്ടുകൊണ്ട് താഴേക്ക്. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. സൈഡ് റൊട്ടേഷൻ. തിരിച്ച് ഒരു കൈപ്പത്തി താഴേക്കും ഒരു കൈപ്പത്തി മുകളിലേക്കും നല്ലതുപോലെ സ്ട്രൈറ്റ് ചെയ്ത് താഴേക്കും മുകളിലോട്ടും കൊണ്ടുപോവാ. കൈകൾ താഴേക്ക് വയ്ക്കാം. കൈകൾ വിടർത്തി പിടിക്കുക. ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. റൊട്ടേഷൻ ചെയ്യുക. കൈകൾ രണ്ടും മുകളിലോട്ട് ഉയർത്തും. ഇൻഹേൽ, പുറകിലൂടെ താഴോട്ട് എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. പുറകിൽ നിന്ന് മുകളിലോട്ട് ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale, exhale. കൈകൾ താഴോട്ട് കൊണ്ടുവരിക. വലത് കൈ മുകളിലോട്ട് ഉയർത്തി പുറകിലോട്ട് പതിപ്പിച്ചു വെക്കും. ഇടത് കൈ കൊണ്ട് നല്ലതുപോലെ വലത് കൈ താഴേക്ക് തളർത്തിയിട്ട് കൊടുക്കാം. ഇടത് കൈ കൊണ്ട് നല്ലതുപോലെ സൈഡിലേക്ക് പറ്റാവുന്ന രീതിയിൽ പ്രസ് ചെയ്യുക. തല ഉയർത്തിയിരിക്കുക. നോർമൽ ബ്രീത്തിങ് ചെയ്യുക 3 times. നമ്മുടെ ബ്രീത്തിങ്ങിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഈ ക്ലാസ്സിന്. അപ്പൊ നല്ലതുപോലെ ശ്വാസം വലിച്ചു വിടുക. വലത് കൈ താഴേക്ക് കൊണ്ടുവരാം. ഇടത് കൈ മുകളിലോട്ട് ഉയർത്തി ഇടത് കൈ താഴേക്ക് പതിപ്പിച്ച് വെക്കുക. തളർത്തിയിടുക ഇടത് കൈ. വലത് കൈ കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നോർമൽ ബ്രീത്തിങ് ചെയ്യാം. ഇടത് കൈ താഴേക്ക് കൊണ്ടുവരാം. വലത് കൈ പുറകിലേക്ക് ഒന്ന് മടക്കി വെക്കാം. നല്ലതുപോലെ നെഞ്ചു വിരിച്ചിരിക്കുക. 3 times നോർമൽ ബ്രീത്തിങ് ചെയ്യാം. വലത് കൈ കൊണ്ടുവരാം. ഇടത് കൈ പുറകിലേക്ക് മടക്കി വെക്കുക. 3 times നോർമൽ ബ്രീത്തിങ് ചെയ്യാം. ഇടത് കൈ താഴേക്ക് കൊണ്ടുവരാം. വലത് കൈ പുറകിലേക്ക് ഒന്ന് പതിപ്പിച്ചു വെക്കാം. ഇടത് കൈ പുറകിലേക്ക് പതിപ്പിച്ചു വെക്കുക. വെറുതെ പതിപ്പിച്ചു വെച്ചാൽ മതി കേട്ടോ. നല്ലതുപോലെ നെഞ്ചു വിരിച്ചിരിക്കുക. തല സ്വല്പം മുകളിലോട്ട് ഉയർത്താം. 3 times നോർമൽ ബ്രീത്തിങ് ചെയ്യാം. കൈകൾ താഴേക്ക് കൊണ്ടുവരാം. ഇടത് കൈ പുറകിലേക്ക് ഒന്ന് പതിപ്പിച്ചു വെക്കുക. വലത് കൈ പുറകിലേക്ക് പതിപ്പിച്ചു വെക്കുക. നിവർന്നിരിക്കുക. നോർമൽ ബ്രീത്തിങ് ചെയ്യുക 3 times. കൈകൾ താഴേക്ക് കൊണ്ടുവരിക. ഇടത് കൈ രണ്ടും പുറകിലേക്ക് ചേർത്ത് പിടിക്കാം. ഇടത് കൈ
ചേർത്ത് പിടിക്കാൻ പറ്റുന്നവർ ഇത്രയും ചേർത്ത് പിടിക്കുക. കൈകള് തൊഴുകയോടെ പിടിക്കാൻ പറ്റുന്നവര് തൊഴുകയോടെ പിടിക്കുക. 3 ടൈംസ് നോർമൽ ബ്രീത്തിങ് ചെയ്യാം. തീരെ പറ്റാത്തവരാണെങ്കിൽ മെല്ലെ ഒരു കൈയുടെ മേലെ ഒരു കൈ ചേർത്ത് വെക്കുക. പറ്റുന്നവരാണെങ്കിൽ പറ്റുന്ന രീതിയിൽ കൈകൾ ചേർത്ത് വെക്കുക. 3 ടൈംസ് നോർമൽ ബ്രീത്തിങ് ചെയ്യാം. സാവധാനം കൈകൾ താഴേക്ക് കൊണ്ടുവരിക. നമ്മള് കൈകളുടെ ഒരു ലൂസിന് എക്സസൈസ് കൂടെ ചെയ്യാൻ പോകുന്നേ. ഇതെല്ലാവരും ചെയ്യണമെന്നില്ല, പറ്റാവുന്ന രീതിയിൽ ചെയ്താൽ മതി. ഈ ഭാഗത്ത് നല്ല സ്ട്രെച്ചിങ്സ് വരും, പെയിൻ വരും. അപ്പോ പറ്റാവുന്നവര് മാത്രം ചെയ്താൽ മതി കേട്ടോ. വലത് കൈ ഇടത് സൈഡിലേക്ക് നീട്ടി പിടിക്കാം. ഇടത് കൈ കൊണ്ട് ക്രോസ് ചെയ്ത് പിടിക്കാം. ഇടത് കൈപ്പത്തി ഇടത് കവിളിനോട് ചേർത്ത് പിടിക്കും. നോർമൽ ബ്രീത്തിങ് ചെയ്യാം. വലത് കൈയുടെ തുടക്ക ഭാഗത്ത് നല്ല സ്ട്രെച്ചിങ്സ് ഉണ്ടാവും. പറ്റുന്നവർ മാത്രം അത് ചെയ്താൽ മതി കേട്ടോ. കൈകൾ താഴേക്ക് കൊണ്ടുവരാം. ഇടത് കൈ വലതുവശത്തേക്ക് നീട്ടി പിടിക്കുക. വലത് കൈ കൊണ്ട് ക്രോസ് ചെയ്ത് പിടിച്ച് വലത് കൈപ്പത്തി വലത് കവിളിനോട് ചേർത്ത് പിടിക്കുക. പറ്റുന്ന രീതിയിൽ നിവർത്തി പിടിക്കുക. നോർമൽ ബ്രീത്തിങ് ചെയ്യാം. കൈകൾ താഴേക്ക് കൊണ്ടുവരാം. താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും നിന്നിട്ട് അതിൽ ചെയ്യാം കേട്ടോ. കസാരയിൽ ഇരുന്നിട്ടും നിന്നിട്ടും നമ്മൾക്ക് ഈ ലൂസിന് എക്സസൈസ് ഒക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ കൈകളുടെ ലൂസിന് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ വശങ്ങളിലേക്ക് തിരിയലാണ് ചെയ്യാൻ പോകുന്നത്. സുഖാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നവർ സുഖാസനത്തിൽ തന്നെ ഇരിക്കുക. അർദ്ധപത്മാസനത്തിൽ ഇരിക്കാൻ കഴിയുന്നവര് അർദ്ധപത്മാസനത്തിൽ ഇരിക്കുക. വലത് കാൽപാദം ഇടത് തൊടിയുടെ മുകളിലേക്ക് കയറ്റി വയ്ക്കുക. വലത് കാൽപാദം ഇടത് തൊടിയുടെ മുകളിലേക്ക് കയറ്റി വെക്കുക. വലത് കൈ ഇടത് കാൽമുട്ടിലേക്ക് വെക്കുക. ഇടത് കൈ നട്ടെല്ലിന് പുറകിലേക്ക് പതിപ്പിച്ചു വെക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം ലെഫ്റ്റ് സൈഡിലോട്ട് നല്ലതുപോലെ തിരിഞ്ഞോടും. ഒരു 5 ടൈംസ് നോർമൽ ബ്രീത്തിങ് ചെയ്യാം. ശ്വാസം വലിച്ചുകൊണ്ട് സാവധാനം നേരെ വരാ. വലത് കാൽ താഴെ വെക്കുക. ഇടത് കാൽപാദം വലത് തൊടിയുടെ മുകളിലേക്ക് കയറ്റി വയ്ക്കുക. അർദ്ധപത്മാസനം. ഇടത് കൈ വലത് കാൽമുട്ടിലേക്ക് വെക്കുക. വലത് കൈ നട്ടലിന് പുറകിലേക്ക് പതിപ്പിച്ചു വെക്കുക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട് തിരിയുക. 5 ടൈംസ് നോർമൽ ബ്രീത്തിങ് ചെയ്യാം. കൈകൾ പതിപ്പിച്ചു വെക്കുമ്പോൾ നട്ടല് സ്ട്രൈറ്റ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം നേരെ വരും. കാലുകൾ ഓരോന്നായി നീട്ടി വെക്കുക. കാലുകൾ ഓരോന്നായി നീട്ടി വെക്കുക. കൈകൾ സ്വല്പം പുറകിലേക്ക്, കൈവിരലുകൾ പുറകിലേക്കായി പതിപ്പിച്ചു വെക്കുക. കാലുകൾ തളർത്തിയിടാം. തല കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ തളർത്തിയിടാം. ശിഥില ദണ്ഡാസനയിൽ അല്പസമയം വിശ്രമിക്കുക. സാവധാനം തല നേരെ കൊണ്ടുവരാം. കാലുകൾ ഓരോന്നായി ചേർത്ത് വെക്കുക. കൈകൾ നട്ടലിന് ഇരുവശത്തും ബട്ടക്സിന് ഇരുവശത്തായി പതിപ്പിച്ചു വെക്കുക. വിരലുകൾ നേരെ നീട്ടി പതിപ്പിച്ചു വെക്കുക. നട്ടല് സ്ട്രൈറ്റ് ആയി തന്നെ ഇരിക്കണം. ദണ്ഡാസനയിലേക്ക് വരാം. നമ്മൾ കാൽപാദങ്ങളുടെ ലൂസിന് എക്സസൈസ് ആണ് ചെയ്യാൻ പോണത്. കാൽവിരലുകൾ നല്ലതുപോലെ വിടർത്തി പിടിക്കുക. ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നല്ലതുപോലെ കാൽവിരലുകൾ മടക്കി കൊണ്ടുവരാം. ഇൻഹേൽ, exhale, inhale, exhale, inhale, exhale. കാൽപാദം നേരെ വെക്കുക. അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. നല്ലതുപോലെ ഫ്രണ്ടിലോട്ട് നീട്ടി കൊണ്ടുവരുമ്പോൾ ഇൻഹേൽ ചെയ്യുക. നല്ലതുപോലെ സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം.
ശ്വാസം വിട്ടുകൊണ്ട് കാൽവിരലുകൾ മുഖത്തിനടുപ്പിച്ച് കൊണ്ടുവരാം. നല്ലതുപോലെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. കാൽപാദം ചേർത്ത് വെക്കുക. സൈഡ് കാൽമുട്ടുകൾ അധികം അനങ്ങാതെ കാലുകൾ നോർമൽ ബ്രീത്തിങ്ങില് കാൽപാദം രണ്ട് സൈഡിലേക്ക് ചലിപ്പിക്കുക. റൊട്ടേഷൻ ചെയ്യുക. കാൽപാദം നല്ലതുപോലെ നീട്ടിക്കൊണ്ടുവന്ന് ഇൻഹേൽ, എക്സേൽ, ഹാഫ് റൊട്ടേഷൻ ചെയ്യുക. തിരിച്ച് റൈറ്റ് സൈഡിലൂടെ ഇൻഹേൽ, എക്സേൽ, വീണ്ടും ഇൻഹേൽ, എക്സേൽ. കാൽപാദം നീട്ടി തന്നെ കൊണ്ടുവരാ. ലെഫ്റ്റ് സൈഡിലൂടെ ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. കാലുകൾ നേരെ കൊണ്ടുവരാം. രണ്ട് കൈകൾ കൊണ്ടും വലത് കാലം ഉയർത്തി കൊണ്ടുവരാ. ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാ. ശ്വാസം വിട്ടുകൊണ്ട് ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. വലത് കാലം നേരെ വെക്കുക. ഇടത് കാലം ഉയർത്തി കൊണ്ടുവരാ. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇടത് കാൽ താഴേക്ക് കൊണ്ടുവരാം. വലത് കാൽ ഉയർത്തി മുകളിലോട്ട് ഉയർത്തി പിടിക്കുക. റൊട്ടേഷൻ ചെയ്യാ. 3 times. തിരിച്ച് വലത് കാൽ താഴേക്ക് കൊണ്ടുവരാം. ഇടത് കാൽ ഉയർത്തി കൊണ്ടുവരാ. റൊട്ടേഷൻ ചെയ്യാ. നോർമൽ ബ്രീത്തിങ് 3 times. തിരിച്ച് ഇടത് കാൽ നേരെ വെക്കും. വലത് കാൽ മടക്കി ഇടത് തുടിയുടെ മുകളിലേക്ക് കൊണ്ടുവരാം. കാൽമുട്ടിന് വേദനയുള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗങ്ങൾ ഒഴിവാക്കുക. ഈ ലൂസിനെ എക്സസൈസുകൾ ഒഴിവാക്കുക കേട്ടോ. വലത് കാൽ മടക്കി ഇടത് തുടിയുടെ മുകളിലേക്ക് കഴിച്ചു വെക്കുക. ഇടത് കൈ കൊണ്ട് വലത് കാൽപാദം പിടിക്കുക. താഴേക്ക് പ്രസ് ചെയ്യുക. വലത് കാൽ വലത് കാൽ നേരെ വെക്കുക. ഇടത് കാൽ മടക്കി വലത് തൊടിയുടെ മുകളിലേക്ക് കയറ്റി വെക്കുക. വലത് കൈ കൊണ്ട് ഇടത് കാൽപാദം പിടിക്കുക. ഇടത് കാൽ താഴേക്ക് പ്രസ് ചെയ്യുക. ഇടത് കാൽ നേരെ കൊണ്ടുവരാം. ബേബി സ്വിംഗ് ചെയ്യാം. വലത് കാൽ മടക്കി രണ്ട് കൈകളിലേക്ക് ചേർത്ത് പിടിക്കുക. നല്ലതുപോലെ പറ്റാവുന്ന രീതിയിൽ താരാട്ട് ചെയ്യും. രണ്ട് സൈഡിലേക്ക് മാറ്റിക്കൊടുക്കും. വലത് കാൽമുട്ടിലേക്ക് രൂപ കൊടുക്കുക. വലത് കാൽപാദം നേരെ വയ്ക്കുക. ഇടത് കാൽ മടക്കി ബേബി സ്വിംഗ്. രണ്ട് സൈഡിലേക്ക് നല്ലതുപോലെ ആട്ടിക്കൊടുക്കുക. പറ്റാവുന്ന രീതിയിൽ ഇടത് കാൽമുട്ടിലേക്ക് രൂപ കൊടുക്കുക. ഇടത് കാൽമുട്ട് നേരെ വയ്ക്കുക. കാലുകൾ ഓരോന്നായി ചേർത്ത് വെക്കുക. ബട്ടർഫ്ലൈ ചെയ്യാനായി കാലുകൾ ഓരോന്നായി ചേർത്ത് വെക്കുക. കാലുകൾ ഓരോന്നും ചേർത്ത് വെച്ച്
കാൽപാദങ്ങൾ ചേർത്ത് പിടിച്ച് കൈകള് കാൽവിരലുകൾ ചേർത്ത് പിടിച്ചിരിക്കുന്നതിന് ഭദ്രാസനം എന്ന് പറയും. ഭദ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് ബട്ടർഫ്ലൈ ചെയ്യുക. കാലുകൾ രണ്ട് സൈഡിലേക്ക് നല്ലതുപോലെ ആട്ടി കൊടുക്കാം. കാൽമുട്ട് വേദന ഉള്ളവരൊക്കെ ഇതൊന്ന് ഒഴിവാക്കണം കേട്ടോ. കൈകൾ കൊണ്ട് കാലുകൾ താഴേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ശ്വാസം വലിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കാലുകൾ നല്ലതുപോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. തലമുകളിലോട്ട് ഉയർത്തി നോർമൽ ബ്രീത്തിങ് ചെയ്യാം. സാവധാനം കാലുകൾ ഭദ്രാസനത്തിലേക്ക് ഇല കൊണ്ടുവരിക. നല്ലതുപോലെ താഴേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ശ്വാസമുള്ളിലേക്ക് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ട് നല്ലതുപോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. നോർമൽ ബ്രീത്തിങ് ചെയ്യാം. വീണ്ടും ഭദ്രാസനത്തിലേക്ക് ഇനി വരാം. കൈകൾ കൊണ്ട് കാൽവിരൽ ചേർത്ത് പിടിക്കുക. രണ്ട് സൈഡിലേക്ക് ഒന്ന് ആടിക്കൊടുക്കുക. കാൽമുട്ട് രണ്ട് സൈഡിലേക്കും തട്ടുന്ന രീതിയിൽ ഒന്ന് ആടിക്കൊടുക്കുക. ഭദ്രാസനത്തിലേക്ക് വരാം. കാലുകൾ ഓരോന്നായി നീട്ടിവെക്കുക. ശിഥിലദണ്ഡാസനയിൽ ഇരിക്കുക. കാലുകൾ സ്വല്പ അകലത്തിൽ വെക്കുക. കൈകൾ സ്വല്പ അകലത്തിൽ വെക്കുക. തല കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുക. സാവധാനം എഴുന്നേറ്റ് നിൽക്കുക. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി, ലൂസിന് എക്സസൈസ് ചെയ്യാൻ വേണ്ടി സാവധാനം എഴുന്നേറ്റ് നിൽക്കുക. കാല് രണ്ടും ചേർത്ത് വെക്കുക. കൈകൾ നെഞ്ചിന് നേരെ നമസ്കാര മുദ്രയിൽ നീട്ടിപ്പിടിക്കുക. കൈകൾ നെഞ്ചിന് നേരെ നമസ്കാര മുദ്രയിൽ നീട്ടിപ്പിടിക്കുക. ശ്വാസം വലിക്കുന്നതോടൊപ്പം സാവധാനം കൈകൾ ഇരുവശങ്ങളിലേക്ക് വിടർത്തി കൊണ്ടുവരിക. ശ്വാസം വിടുന്നതോടൊപ്പം സാവധാനം കൈകള് നമസ്കാര മുദ്രയിലേക്ക് ചേർത്ത് കൊണ്ടുവരിക. നോർമൽ ബ്രീത്തിങ് ചെയ്യുക. ശ്വാസം വലിക്കുന്നതോടൊപ്പം സാവധാനം കൈകള് നെഞ്ചിന് ഇരുവശത്തേക്ക് വിടർത്തി കൊണ്ടുവരിക. ശ്വാസം വിടുന്നതോടൊപ്പം സാവധാന കൈകള് നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരിക. നെഞ്ചിന് നേരെ നീട്ടി. ശ്വാസം വലിക്കുന്നതോടൊപ്പം സാവധാന കൈകൾ ഇരുവശങ്ങളിലേക്ക് വിടർത്തി കൊണ്ടുവരിക.
ശ്വാസം വിടുന്നതോടൊപ്പം സാവധാനം കൈകള് നമസ്കാര മുദ്രയിലേക്ക് കൊണ്ടുവരും. കൈകൾ താഴേക്ക് കൊണ്ടുവരിക. തലകൾ രണ്ടും ചേർന്നിരിക്കട്ടെ. ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിങ്. കൈവിരലുകൾ കോർത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഒരു ശ്വാസം വലിക്കുന്നതോടൊപ്പം സാവധാനം കൈകള് നെഞ്ചിന് നേരെ നീട്ടി സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിടുന്നതോടൊപ്പം സാവധാനം കൈകള് നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരിക. Inhale. Exhale. Inhale. Exhale. ഇനി ഫോർഹെഡ്. ഒരു ശ്വാസം വലിക്കുന്നതോടൊപ്പം സാവധാനം കൈകള് നെറ്റിക്ക് നേരെ നീട്ടി സ്ട്രെച്ച് ചെയ്യും. ശ്വാസം വിടുന്നതോടൊപ്പം സാവധാനം കൈകള് തിരിച്ചു നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരും. ഇൻഹേൽ. Exhale. Inhale. Exhale. ശ്വാസം വലിക്കുന്നതോടൊപ്പം സാവധാനം കൈകള് തലയ്ക്ക് മുകളിലോട്ട് ഉയർത്തി സ്ട്രെച്ച് ചെയ്യുക. കൈകൾ മുകളിലോട്ട് ഉയർത്തി കൊണ്ടുപോകുമ്പോൾ മൂക്കിൻ തുമ്പത്തേക്ക് സ്പർശിക്കാൻ ശ്രമിക്കുക. തിരിച്ചു കൊണ്ടുവരുമ്പോഴും മൂക്കിൻ തുമ്പത്തേക്ക് സ്പർശിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരണം. ഒരു ശ്വാസം വലിക്കുന്നതോടൊപ്പം സാവധാനം കൈകള് മൂക്കിൻ തുമ്പത്തേക്ക് സ്പർശിച്ച് മെല്ലെ മുകളിലോട്ട് ഉയർത്തി കൊണ്ടുവരിക. ശ്വാസം വിടുന്നതോടൊപ്പം സാവധാനം കൈകള് തിരിച്ച് നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരും. Inhale. Exhale. Inhale. Exhale. കൈകൾ താഴേക്ക് കൊണ്ടുവരിക. കാലുകൾ ഷോൾഡർ ലെവലിലേക്ക് വെക്കുക. കാലുകൾ രണ്ടും ഷോൾഡർ ലെവലിലേക്ക് വെക്കുക. കൈവിരലുകൾ നെഞ്ചോട് മുഖാമുഖം ചേർത്ത് പിടിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട് തിരിയുക. ശ്വാസം വലിച്ചുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയുക. ശ്വാസം വലിച്ചുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട്. ശ്വാസം വലിച്ചുകൊണ്ട് നേരെ. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട്. ശ്വാസം വലിച്ചുകൊണ്ട് നേരെ. കൈകൾ താഴേക്ക് കൊണ്ടുവരിക. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. കാലുകൾക്ക് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ ചമരിനോട് ചേർന്ന് നിന്നിട്ട് ചെയ്യാം കേട്ടോ. ചമരിനോട് ചേർന്ന് നിന്ന് ചെയ്യാം. ശ്വാസം വലിച്ചുകൊണ്ട് വലത് കാല് മുകളിലോട്ട് ഉയർത്തി നല്ലതുപോലെ നെഞ്ചോട് ചേർത്ത് പ്രസ് ചെയ്യാം. നോർമൽ ബ്രീത്തിങ് ചെയ്യാം. വലത് കാൽ താഴേക്ക് കൊണ്ടുവരിക. ചമരിനോട് ചേർന്ന് നിൽക്കുക. ബാലൻസ് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും.
സ്റ്റെമിനോട് ചേർന്ന് നിന്നിട്ട് ചെയ്യാം. അതർ സൈഡ് ചെയ്യാം. നല്ലതുപോലെ നെഞ്ചോട് ചേർത്ത് മടക്കി കൊണ്ടുവരാം. നോർമൽ ബ്രീത്തിങ് ചെയ്യാം. താഴേക്ക് കൊണ്ടുവരും. വലത് കാലിന് പുറകിലേക്ക് മടക്കി മാക്സിമം എത്ര മടക്കാൻ പറ്റുന്നോ അത്രയും വലത് കാല് പുറകിലേക്ക് മടക്കി കൊണ്ടുവരിക. നോർമൽ ബ്രീത്തിങ് ചെയ്യും. വലത് കാൽ താഴേക്ക് കൊണ്ടുവരിക. ഇടത് കാൽ നല്ലതുപോലെ പുറകിലേക്ക് മടക്കി കൊണ്ടുവരിക. നോർമൽ ബ്രീത്തിങ് ചെയ്യും. ഇടത് കാൽ താഴേക്ക് കൊണ്ടുവരിക. കാലുകൾ രണ്ടും കൈകൾ രണ്ടും പുറകിലേക്ക് മടക്കി വയ്ക്കും. കാൽപാദങ്ങൾ പുറകിലേക്ക് കൈപ്പത്തിയോട് തട്ടുന്ന പോലെ പുറകിലേക്ക് നല്ലതുപോലെ ചെയ്യാം. സ്പീഡിൽ ചെയ്യാം. പറ്റാവുന്ന രീതിയിൽ സ്പീഡിൽ ചെയ്യാം. റിലാക്സ് ചെയ്യുക. കാലുകളൊക്കെ തിരിക്കുക. കൈകൾ കണ്ണുകൾ അടയ്ക്കുക. സാവധാനം കണ്ണുകൾ തുറക്കുക. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ലൂസിങ് എക്സസൈസ് നമ്മൾ ചെയ്തു. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോ പറ്റാത്തവർ ഇത് പൂർണ്ണമായി ഒഴിവാക്കണം കേട്ടോ. നെക്സ്റ്റ് കൈകൾ നെഞ്ചിന് നേരെ നീട്ടി പിടിക്കുക. കൈപ്പത്തിയിലേക്ക് കാലുകള് തട്ടിക്കാൻ ശ്രമിക്കുക. റിലാക്സ് ചെയ്യാം. സാവധാനം കണ്ണുകൾ തുറക്കുക. കൈവിരലുകൾ കോർത്ത് പിടിക്കുക. രണ്ട് സൈഡിലേക്കും കാലുകള് പറ്റാവുന്ന രീതിയിൽ സൈഡിലേക്ക് ഉയർത്തി കൊടുക്കുക. നോർമൽ ബ്രീത്തിങ് ചെയ്തുകൊണ്ട്. റിലാക്സ് ചെയ്യാം. സാവധാനം കണ്ണുകൾ തുറക്കുക. നമ്മള് നെക്സ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ജെറിയാട്രിക് സൂര്യ നമസ്കാരമാണ്. അപ്പോ എല്ലാവർക്കും ചെയ്യാം പറ്റാവുന്ന രീതിയിൽ ബ്രീത്തിങ്ങിന് പ്രാധാന്യം, മുൻപ് ഞാൻ പറഞ്ഞു ബ്രീത്തിങ്ങിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ബ്രീത്തിങ്ങിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സൂര്യ നമസ്കാരമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പറ്റാവുന്ന രീതിയിൽ ചെയ്യാം. അടുപ്പിച്ച് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. ഇൻഹേൽ എക്സേൽ. നിങ്ങൾ സ്റ്റെപ്പുകൾ എന്ത് തന്നെ ചെയ്താലും ഇൻഹേൽ എക്സേൽ പറയുമ്പോൾ നിങ്ങൾ ശ്വാസം എടുക്കുക വിടുക, അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. സ്ഥിതി മാറ്റിന്റെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുക. എല്ലാവരും മാറ്റിന്റെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുക. കാല് രണ്ടും ചേർത്ത് വെക്കുക. കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് വെക്കുക. ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പ്രണമാസന. ശ്വാസം വലിച്ചുകൊണ്ട് സാവധാന കൈകള് തിരിച്ചെവിയോട് ചേർത്ത് കൊണ്ടുവരാം. ശ്വാസം വലിച്ചുകൊണ്ട് അതോടൊപ്പം പറ്റാവുന്ന രീതിയിൽ മാത്രം പുറകിലേക്ക് ഒരു ബെൻഡ് കൊടുക്കുക. അതോടൊപ്പം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ പതുക്കെ
മാറ്റിലേക്ക് പിടിക്കുക. കാൽമുട്ട് നല്ലതുപോലെ വളഞ്ഞാലും കുഴപ്പമില്ല. പറ്റുന്ന രീതിയിൽ കൈകൾ പതുക്കെ മാറ്റിലേക്ക് കൊണ്ടുവന്ന് ശ്വാസം വലിച്ചുകൊണ്ട് വലത് കാല് പുറകിലേക്ക് ഇറക്കി വെക്കുക. വലത് കാൽമുട്ട് ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാൽമുട്ടും പുറകിലേക്ക് ഇറക്കി വെക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർജാര്യാസനാണ്. ബ്രീത്തിങ്ങിന് ഏറ്റവും പ്രാധാന്യമുള്ള ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്നത്. നട്ടെല്ല് താഴേക്ക് കുനിക്കുക. നട്ടെല്ല് താഴേക്ക് കുനിച്ച് തല മുകളിലോട്ട് ഉയർത്തി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നട്ടെല്ല് റാ പോലെയാക്കി തല നല്ലതുപോലെ താഴേക്ക് താഴ്ത്തി എല്ലാ ശ്വാസം പുറത്തേക്ക് വിടാം. ഇൻഹേൽ. നട്ടെല്ല് കുനിച്ച് തല മുകളിലോട്ട് ഉയർത്തി ശ്വാസം എടുക്കുക. എക്സേൽ. നട്ടെല്ല് റാ പോലെയാക്കി എല്ലാ ശ്വാസം പുറത്തേക്ക് വിടാം. ഇൻഹേൽ. നട്ടെല്ല് കുനിച്ച് തല മുകളിലോട്ട് ഉയർത്തി ശ്വാസം എടുക്കുക. എക്സേൽ. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക് കുനിഞ്ഞിരിക്കുക. പറ്റാവുന്ന രീതിയിൽ തല താഴേക്ക് താഴ്ത്താം. ഇതിന് ശശാങ്കാസന എന്ന് പറയും കേട്ടോ. ശ്വാസം വലിച്ചുകൊണ്ട് മുകളിലോട്ട് ഉയർന്നു തന്നെ വരാം. അതോടൊപ്പം തന്നെ ഇടത് കാല് കയറ്റി വെക്കുക. ഇടത് കാല് ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കുക. ശ്വാസം വിട്ടുകൊണ്ടും വലത് കാല് കയറ്റി വെക്കുക. ശ്വാസം വലിച്ചുകൊണ്ട് കൈകൾ രണ്ടും ചെവിയോട് ചേർത്ത് പുറകിലേക്ക് ഒരു ബെൻഡ് കൊടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പ്രണവാസനം. കൈകൾ നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരിക. നമ്മൾ വലത് കാലിന് പ്രാധാന്യം കൊടുത്ത് ജെറിയാട്രിക് സൂര്യ നമസ്കാരം നമ്മൾ ചെയ്തു. ഇനി ഇടത് കാലിന് പ്രാധാന്യം കൊടുത്ത് ഒന്നുകൂടെ ചെയ്യും. ഇത് എല്ലാവർക്കും ചെയ്യാം. പറ്റാത്തത് ഒഴിവാക്കി അടുത്ത സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. ആ സമയത്ത് ഇൻഹേൽ എക്സേൽ പറയുമ്പോൾ അതേപോലെ തന്നെ ചെയ്യണം. സ്ഥിതി. ഇൻഹേൽ. കാൽ രണ്ട് ചേർത്ത് വെക്കുക. കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് വെക്കുക. ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പ്രണവാസന. എക്സേൽ. ഹസ്തദാനാസന. കൈകൾ തലയ്ക്ക് മുകളിലോട്ട് ഉയർത്തി കൊണ്ടുവരാ. പുറകിലേക്ക് ഒരു ബെൻഡ് കൊടുക്കുക. ശ്വാസം വലിച്ചുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് പാദഹസ്താസന. കൈകൾ രണ്ടും ഇരുവശത്തേക്ക് പതിപ്പിച്ചു വെക്കുക. കാൽമുട്ട് വളഞ്ഞോട്ടെ പതിപ്പിച്ചു വെക്കുക. ശ്വാസം വലിച്ചുകൊണ്ട് വലത് കാൽ പുറകിലേക്ക് ഒന്ന് ഇറക്കി വെക്കുക. വലത് കാൽ മുട്ട് കുത്താം. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാലും പുറകിലേക്ക് ഒന്ന് ഇറക്കി വെക്കുക. ഇടത് കാൽ മുട്ട് കുത്താം. കാലുകൾ സ്വല്പം അകന്നിരുന്നോട്ടെ കേട്ടോ. നമ്മൾ മാർജാര്യാസനം ചെയ്യാൻ പോണ്. നട്ടെല്ല് കുനിച്ച് തല മുകളിലോട്ട് ഉയർത്തി ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. നട്ടെല്ല് റാ പോലെയാക്കി തല കുനിച്ചെല്ല ശ്വാസം പുറത്തേക്ക് വിടാം. നട്ടെല്ല് കുനിച്ച് തല മുകളിലോട്ട് ഉയർത്തി ഒരു ശ്വാസം എടുക്കാം. എക്സേൽ. നട്ടെല്ല് റാ പോലെയാക്കി തല കുനിച്ചെല്ല ശ്വാസം പുറത്തേക്ക് വിടാം. നട്ടെല്ല് കുനിച്ച് തലമുകളിലോട്ട് ഉയർത്തി ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പുറകിലേക്ക് ഒന്ന് അങ്ങനെ ചാലുക. സാധാരണ ബട്ടക്സ് കാൽവണ്ണയിൽ മുട്ടും നെറ്റിമുട്ടും പറ്റാവുന്ന രീതിയിൽ മാത്രം ചെയ്യാം. ശശാങ്കാസനം. ഇനി ശ്വാസം വലിച്ചുകൊണ്ട് വലത് കാല് കയറ്റി വെക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാലം കയറ്റി വെക്കുക. ശ്വാസം വലിച്ചുകൊണ്ട് കൈകൾ രണ്ടും ചെവിയോട് ചേർത്ത് പുറകിലേക്ക് ഒരു ബെൻഡ് കൊടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പ്രണവാസനം. നമ്മൾ ഒരു റൗണ്ട് ജെറിയാട്രിക് സൂര്യ നമസ്കാരം ചെയ്തു. അല്പസമയം വിശ്രമിക്കുക. ദീർഘമായി ശ്വാസം വലിച്ചു വിടുക. നമ്മൾ ചെയ്ത ജെറിയാട്രിക് സൂര്യ നമസ്കാര സ്റ്റെപ്പുകൾ ഓരോന്നും ഓർക്കുക. അത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കിയ മാറ്റങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
സാവധാന കണ്ണുകൾ തുറക്കുക. ശവാസനയിലേക്ക് വരാൻ പോണ്. മാറ്റിന്റെ അറ്റത്തേക്ക് വന്ന് കൈകൾ നെഞ്ചിന് നേരെ നീട്ടിപ്പിടിച്ച് ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് ഇരുന്ന് ഇടതുവശം ചെരിഞ്ഞ് ശവാസനയിലേക്ക് കിടക്കുക. ഇടതുവശം ചെരിഞ്ഞ് ശവാസനയിലേക്ക് കിടക്കുക. കാലുകൾ സ്വൽപ്പം അകലത്തിൽ വെക്കുക. കൈകൾ സ്വൽപ്പം അകലത്തിൽ വെക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് കിടക്കുക. സാവധാനം കണ്ണുകൾ അടയ്ക്കുക. പുറമേ നിന്ന് വരുന്ന ശബ്ദങ്ങളെ ശ്രദ്ധിക്കുക. യോഗ ചെയ്യുന്ന സ്ഥലത്തെ മനസ്സുകൊണ്ട് കാണുക. കാൽപാദം മുതൽ ശിരസ് വരെയുള്ള ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും മനസ്സുകൊണ്ട് കാണുന്നു. കാൽപാദം, കണങ്കാൽ, കാൽവണ്ണ, കാൽമുട്ടുകൾ, തുടകൾ, വയർ, നെഞ്ച്, ചുമൽ, ശരീരത്തിന്റെ പുറകുവശം, കൈവിരലുകൾ, കൈപ്പത്തി, മണിബന്ധം, കൈത്തണ്ട, കൈമുട്ടുകൾ, കൈവണ്ണം, കഴുത്ത്, മുഖം, കീഴ്ത്താടി, ചുണ്ടുകൾ, മൂക്ക്, കൺപോളകൾ, പുരികം, നെറ്റി, ശിരസിന്റെ പുറകുവശം. അങ്ങനെ കാൽപാദം മുതൽ ശിരസ് വരെയുള്ള ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും മനസ്സുകൊണ്ട് കാണുന്നു. മനസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ ശരീരത്തെ പൂർണ്ണമായും വിശ്രമത്തിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ നമ്മുടെ ശരീരം പൂർണ്ണമായും വിശ്രമത്തിലായി കഴിഞ്ഞു. നമുക്ക് ലഭിച്ച ശാന്തമായ സുഖത്തെ നഷ്ടപ്പെടുത്താതെ വളരെ പതുക്കെ കാൽവിരലുകളൊന്ന് ചലിപ്പിക്കുക. കൈവിരലുകളൊന്ന് ചലിപ്പിക്കുക. കാലുകൾ ഓരോന്നായി ശരീരത്തോട് ചേർത്ത് വെക്കുക. കൈകൾ ഓരോന്നായി ശരീരത്തോട് ചേർത്ത് വെക്കുക. കൈവിരലുകൾ തമ്മിൽ കോർത്ത് പിടിച്ച് തലയുടെ മുകളിലോട്ട് ഉയർത്തി കൊണ്ടുവരിക. തറയിലേക്ക് പതിപ്പിച്ച് വെക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കൈകൾ താഴേക്ക് കൊണ്ടുവരിക. വലത് കൈ മുകളിലോട്ട് ഉയർത്തി ഇടത് കാൽ മടക്കി വലതുവശം ചെരിഞ്ഞു കിടക്കുക. വലത് കൈ മുകളിലോട്ട് ഉയർത്തി ഇടത് കാൽ മടക്കി വലതുവശം ചെരിഞ്ഞു കിടക്കുക. റൈറ്റ് സൈഡിലോട്ട് സാവധാനം കൈകൾ തറയിൽ കുത്തി മെല്ലെ എഴുന്നേറ്റിരിക്കുക. കൈകൾ നല്ലതുപോലെ കൂട്ടിത്തിരുമ്മി ചൂട് കണ്ണിലേക്ക് തട്ടിക്കുക. കൈകളിലേക്ക് നോക്കി കണ്ണുകൾ തുറക്കുക. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രാണായാമങ്ങളാണ്. സുഖപൂരക പ്രാണായാമം ചെയ്യാം. നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള പ്രാണായാമം തന്നെയാണ് സുഖപൂരക പ്രാണായാമ.
കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുക. നട്ടല് നിവർന്നിരിക്കണം എന്ന് മാത്രം. നട്ടല് നിവർന്നിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചുമരിനോട് ചേർന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ചുമരിനോട് ചേർന്നിരിക്കുക. കാലുകള് സുഖാസനത്തിലൊക്കെ ഇരിക്കാൻ ചമ്രമടിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കാലുകൾ നീട്ടി ചുമരിനോട് തന്നെ ചേർന്നിരിക്കുക. ചെയറിലിരിക്കുന്നവർക്ക് ചെയറിലിരിക്കുക. ശരീരത്തെ ഒരു വേദനിപ്പിക്കാതെ നട്ടല് നിവർന്ന് കുറച്ചു നേരം നമുക്ക് ഇരിക്കാൻ പറ്റണം. അതിൽ കൂടെ ശ്വാസത്തെ ശ്രദ്ധിച്ച് അല്പസമയം നമുക്ക് ഇരിക്കാൻ പറ്റണം. അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാത്തവർ സുഖാസനത്തിൽ ഇരിക്കുക. അർദ്ധപത്മാസനത്തിലൊക്കെ ഇരിക്കുക കേട്ടോ. അർദ്ധപത്മാസനം നമ്മൾ നേരത്തെ ചെയ്തില്ലേ? അർദ്ധപത്മാസനത്തിൽ ഇരിക്കുക. അല്ലെങ്കിൽ വജ്രാസനം. വജ്രാസനം എന്ന് പറയുമ്പോൾ കാലുകൾ നീട്ടി വലത് കാൽ മടക്കി വലതു കുറ്റി ഇടത് കാൽ മടക്കി ഇരിക്കുന്നതാണ് വജ്രാസനം. വജ്രാസനത്തിൽ ഇരിക്കുമ്പോൾ പ്രത്യേകത നട്ടല് വജ്രം പോലെയാവുന്ന പറയും. നട്ടല് നല്ലതുപോലെ സ്ട്രൈറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് ഈസി ആയിട്ട് ബ്രീത്തിങ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർ വജ്രാസനത്തിൽ ഇരിക്കുക. അല്ലാത്തവർ സുഖാസനത്തിലേക്ക് തന്നെ ഇരിക്കും. നമ്മൾ ചെയ്യാൻ പോണതും സുഖപൂരക പ്രാണായാമം. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശ്വാസം ദീർഘമാവണം, പൂർണ്ണമാവണം, ശാന്തമാവണം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും പൂർണ്ണമാവണം, ശാന്തമാവണം. ആസ്വദിച്ചുകൊണ്ട് ചെയ്യാം. കൈകൾ ചിന്മുദ്രയിലേക്ക് തന്നെ കൊണ്ടുവരിക. തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിക്കുക. ചിന്മുദ്ര. കൈവിരലുകൾ തളർത്തി വെക്കുക. കൈകള് കാൽമുട്ടിലേക്ക് തന്നെ വെക്കുക. ഇത് കാൽമുട്ടിലേക്ക് വെച്ച് നട്ടിൽ നിവർന്നിരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. 7 പ്രാവശ്യം ഇത് ആവർത്തിക്കുക. സ്വയം 7 പ്രാവശ്യം കണ്ണുകൾ അടച്ച് പ്രാക്ടീസ് ചെയ്യും. നോർമൽ ബ്രീത്തിങ് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്ത സുഖപൂരക പ്രാണായാമം നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലുണ്ടായ മാറ്റങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കൈകൾ കൂട്ടിത്തിരുമ്മി ചുടുകണ്ണിലേക്ക് തട്ടിച്ച് കൈകളിലേക്ക് നോക്കി സാവധാനം കണ്ണുകൾ തുറക്കാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വിലോമ പ്രാണായാമമാണ്. വിലോമ പ്രാണായാമ ബ്രേക്ക് ചെയ്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വളരെ സാവധാനം ആ ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ബ്രേക്ക് ചെയ്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഷോൾഡർ മുകളിലേക്ക് ഉയർന്നു വരും. ഞാൻ ആദ്യം ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക. ബ്രേക്ക് ചെയ്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഷോൾഡർ നിറയെ ശ്വാസകോശം നിറയുന്നവരെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പരമാവധി ഷോൾഡർ ഉയർന്നു വരും. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. 7 തവണ സ്വയം ഇത് കണ്ണുകൾ അടച്ച് പ്രാക്ടീസ് ചെയ്യാം. ബ്രേക്ക് ചെയ്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. മൂക്കിലൂടെ തന്നെ ശ്വാസം എടുക്കണം. മൂക്കിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടണം. സ്ട്രെയിൻ കൊടുക്കരുത്. വളരെ സാവധാനം ആസ്വദിച്ചുകൊണ്ട് അവരവർക്ക് പറ്റാവുന്ന രീതിയിൽ മാത്രം ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തു.
അല്പസമയം കണ്ണുകൾ അടച്ച് തന്നെ ഇരിക്കുക. കൈകൾ കൂട്ടിത്തിരുമി ചുടുകണ്ണിലേക്ക് തട്ടിക്കുക. കൈകളിലേക്ക് നോക്കി കണ്ണുകൾ തുറക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോർമലായി ശ്വാസമൂക്കിലൂടെ ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക. ബ്രേക്ക് ചെയ്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടാം. അതേസമയം വയറ് നല്ലതുപോലെ ശ്വാസം മുഴുവൻ പുറത്തേക്ക് പോയാൽ വയറ് നല്ലതുപോലെ നട്ടെല്ലിനോട് അമർന്നിരിക്കും. പറ്റാവുന്ന രീതിയിൽ സ്ട്രെയിൻ കൊടുക്കാതെ ചെയ്യും. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുത്ത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. വയറ് നല്ലതുപോലെ നട്ടെല്ലിനോട് അമർന്നു പോകണം. 7 പ്രാവശ്യം സ്വയം പ്രാക്ടീസ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യും. നോർമൽ ബ്രീതിങ് ചെയ്യും. കൈകൾ കൂട്ടിത്തിരുമി ചൂട് കണ്ണിലേക്ക് തട്ടിക്കുക. കൈകളിലേക്ക് നോക്കി കണ്ണുകൾ തുറക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രേക്ക് ചെയ്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഞാൻ ചെയ്യുന്നത് നോക്കാം. വയറ് ഉള്ളിലേക്ക് അമർന്നു പോകണം. ബ്രേക്ക് ചെയ്തുകൊണ്ട് ശ്വാസം എടുക്കുമ്പോൾ ഷോൾഡർ മുകളിലേക്ക് ഉയർന്നു വരണം. അവരവർ സ്വയം പ്രാക്ടീസ് ചെയ്യുക. 7 പ്രാവശ്യം ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. അല്പസമയം നോർമൽ ബ്രീത്തിങ് ഇരിക്കുക. കൈകള് നമസ്കാര മുദ്രയിലേക്ക് കൊണ്ടുവരിക. ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുത്ത്
പുറത്തേക്ക് വിടുമ്പോൾ ഓംകാര ചൊല്ലുക. ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശാന്തി ശാന്തി ശാന്തി. കൈകൾ രണ്ടും പുറകിലേക്ക് കോർത്ത് പിടിക്കും. ഒരു ശ്വാസം വലിച്ചുകൊണ്ട് സാവധാനം തല പുറകിലേക്ക് കൊണ്ടുപോയി ഒരു ബെൻഡ് കൊടുക്കുക. ശ്വാസം ഇട്ടുകൊണ്ട് സാവധാനം തല താഴേക്ക് കുനിക്കുക. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഇഷ്ടദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിക്കുക. ശ്വാസം വലിച്ചുകൊണ്ട് സാവധാനം മുകളിലേക്ക് ഉയർന്നു വന്ന് പുറകിലേക്ക് ഒരു ബെൻഡ് കൊടുക്കുക. ശ്വാസം ഇട്ടുകൊണ്ട് കൈകൾ നല്ലതുപോലെ കൂട്ടിത്തിരുമ്മി ചൂട് കണ്ണിലേക്ക് തട്ടിക്കുക. നല്ലതുപോലെ കൂട്ടിത്തിരുമ്മി ചൂട് ചുവട്ടിലേക്ക് തട്ടിക്കുക. ചൂട് മുകളിലോട്ടൊന്ന് പിടിച്ചു വലിക്കുക. താഴോട്ട് പിടിച്ചു വലിക്കുക. സൈഡിലോട്ട് പിടിച്ചു വലിക്കുക ചുവട്. അതിനുശേഷം കൈകൾ കൂട്ടിത്തിരുമ്മി ചൂട് കണ്ണിലേക്ക് തട്ടിച്ച് കൈകളിലേക്ക് നോക്കി കണ്ണുകൾ തുറക്കും. കൈകൾ താമരമുട്ട് പോലെ ചേർത്ത് പിടിക്കും. ഒരു ശ്വാസം വലിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് താമരപ്പൂ വിടരുന്ന പോലെ കൈവിരലുകൾ വിടർത്താം. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കൈകൾ ചേർത്ത് കൊണ്ടുവരും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. മാഡം. ഹലോ. ഓക്കെ മാഡം. ലൈജു, താങ്ക് യു ലൈജു. നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കുന്നു വിചാരിക്കുന്നു.